ഷോഗ്രിൻ സിൻഡ്രം കണ്ണും വായും ഡ്രൈ ആകുന്ന അസുഖമാണ്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമ്മളെ രക്ഷിക്കാനുള്ള നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് എഗനിസ്റ്റ് ആകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമ്മളുടെ വായിലും നമ്മുടെ കണ്ണിലും ഒക്കെ മോയ്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കണ്ണും വായും ഒക്കെ ഡ്രൈ ആയി പോകുന്നത്. ഇത് ലൂപ്പസ് ഉള്ള ആൾക്കാർക്കും റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്കും വളരെ കോമൺ ആണ്. ഷോഗ്രിൻ സിൻഡ്രോം ഉള്ള പേഷ്യൻ്റ് കാണിക്കുന്ന സിംറ്റംസ് വാ ഡ്രൈ ആയി പോകും എന്ന് പറഞ്ഞാൽ വായിൽ നിറച്ച് കോട്ടൺ, ഇങ്ങനെ അകത്ത് കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് വരത്തില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഇവർക്ക് വരുന്നത്. ഓക്കെ, വാ ഡ്രൈ ആയിട്ട് പോവുക. പിന്നെ കണ്ണ് ഡ്രൈ ആയിട്ട് പോയി കഴിഞ്ഞാൽ കണ്ണ് ചുമക്കും, കണ്ണിനകത്ത് ഇച്ചിങ് വരും, ഈ സാൻഡിലേക്ക് ഫീലിങ്സ് എന്ന് പറയും, കണ്ണിനകത്ത് മണലിടുന്ന പോലെയുള്ളൊരു തോന്നൽ. ഓക്കെ, ഇതൊക്കെയാണ് ഇവർ മെയിനായിട്ട് കാണിക്കുന്ന സിംറ്റംസ്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ്. ഓക്കെ, ഇവർ കാണിക്കുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാഴ്ച എഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല്ലിൽ പോട്, ഡെൻ്റൽ കാരീസ് ഒക്കെ വരും. അത് വായിൽ ബാക്ടീരിയ ഗ്രോത്ത് ആയതുകൊണ്ട് വാ ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ, വാ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് വായിൽ ബാക്ടീരിയ വന്നിട്ട് ഡെൻ്റൽ കാരീസ്, പല്ലിൽ പോട് പ്രശ്നങ്ങളൊക്കെ വരാം. ഇവർക്ക് പൈലോകാർപ്പിൻ കൊടുക്കും കൂടുതലായിട്ട് സലൈവ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടി. അതുപോലെ തന്നെ സൈക്ലോസ്പോറിൻ ഐ ഡ്രോപ്സ് ടീയേഴ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആകാൻ വേണ്ടി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വായ എപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സിപ്പ് ഓഫ് വാട്ടർ എടുത്തിട്ട് വായ എപ്പോഴും വെറ്റായിട്ട് വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് ഒഴിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുവരെ ബൈ.